Yeah. Hi everyone. So welcome to module 2. Before this video, I have shared one video which actually uh, it's actually the starting of module 2. Okay. But in today's video, uh, we will actually see what all topics needs to be covered in module 2. അത് കഴിഞ്ഞിട്ട് we will directly go to crystal imperfection. പ്രീവിയസ് വീഡിയോയുടെ കണ്ടിന്യൂഷനിലേക്ക് പോവാം. സോ ദീസ് ആർ ദ ടോപ്പിക്സ് വിച്ച് നീഡ്സ് ടു ബി കവേർഡ്. അതായത് ഫസ്റ്റ് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംപെർഫെക്ഷൻസ്, ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻസ്. ബേസിക്കലി ഇറ്റ് ഇൻക്ലൂഡ്സ് ഡിഫെക്ട്സ് ഇൻസൈഡ് എ മെറ്റീരിയൽ. ഓക്കെ. And second one is effect of these point defects on mechanical properties that include Burgers vector also. Okay. Then third one is the dislocation source. Fourth one correlation. അങ്ങനെ പോയി we need up to diffusion വരെ പഠിക്കണം. സോ ഇത്രയും ടോപ്പിക്സാണ് നമ്മൾ ഈ മോഡ്യൂളിൽ കവർ ചെയ്യേണ്ടത്. ഓക്കെ. So first one is crystal imperfection. So this one I have already in the first video I have already covered the first part, that is the first classification of crystal imperfection. അതായത് പോയിന്റ് ഡിഫക്ട്സും അല്ലെങ്കിൽ സീറോ ഡയമെൻഷണൽ ഡിഫക്ട്സ് കവർ ചെയ്തിട്ടുണ്ട്. ടുഡേ വി വിൽ സി ലൈൻ ഡിഫക്ട്സ് ആൻഡ് ഇത് എൻറ്റയർ പി പി ടി ആണ്. എൻറ്റയർ പി പി ടി ഞാൻ മൊഡ്യൂൾ 2-ന് ഒരൊറ്റ സിംഗിൾ പി പി ടി ആയിട്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതാണ് കുറച്ചുകൂടെ ബെറ്റർ. സോ ദിസ് ഐ വിൽ അപ്ലോഡ് ഇൻ ET Lab. ഓക്കെ. നിങ്ങൾക്ക് അവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ വി ക്യാൻ അപ്ലോഡ് ഇറ്റ് ഇൻ അവർ വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പോൾ ക്രിസ്റ്റൽ ഇംപെർഫെക്ഷൻസ് ബേസിക്കലി ക്ലാസിഫൈഡ് ഇൻ ടു 4 types. First one is point defects, second one is line defect, third one is surface defect, and fourth one is volume defect. And crystal imperfections പറഞ്ഞതുപോലെ റെഗുലർ ഡിഫക്റ്റ് ഇല്ലാത്ത ക്രിസ്റ്റൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഓൾമോസ്റ്റ് ഓൾ ദ റിയൽ ക്രിസ്റ്റൽസ് ഹാവ് ഡിഫക്ട്സ് ഇൻ വൺ ഓർ അതർ മാനർ. ഓക്കെ. വേക്കൻസീസ് ഇതെല്ലാം പറഞ്ഞു പോയി. ദെൻ ദ സെക്കൻഡ് ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ഈസ് line defect or the line defects or called dislocations. Line defects are basically അപ്പോൾ അതിനെ എന്ത് പറയും, വൺ ഡയമെൻഷനിലാണ് അല്ലേ. നേരത്തെ സീറോ ഡയമെൻഷനിലായിരുന്നു, ഇറ്റ് ഈസ് വൺ ഡയമെൻഷണൽ ഡിഫക്റ്റ്. ഓക്കെ. ആൻഡ് ലൈൻ ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ ലീനിയർ ഡിസ്റ്റർബൻസസ് ഓഫ് അറ്റോമിക് അറേഞ്ച്മെൻറ്റ്സ് ആർ കോൾഡ് ലൈൻ ഡിഫക്ട്സ്. ഓർ അതായത് നമ്മൾ ആറ്റംസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഇഫ് വി ക്യാൻ see inside a material, as mentioned in the earlier classes, atoms are arranged in a periodic and repetitive patterns in a crystal. So atoms are considered as hard spheres. അപ്പോൾ ഇത്രയും പോയിന്റ് ഡിഫക്ട്സ് എന്തായിരുന്നു പറഞ്ഞിരിക്കുന്നത്, ഒരു ആറ്റം മിസ്സിങ് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആറ്റം മിസ്സിങ്, ഇതായിരുന്നു പോയിന്റ് ഡിഫക്ട്സ്. അതുകൊണ്ടാണ് അതിനെ ഒരു പോയിന്റ് ഡയമെൻഷൻ ഉള്ളത് കൊണ്ടാണ് അതിനെ പോയിന്റ് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ബേസിക്കലി ലൈൻ ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗ്രൂപ്പ് ഓഫ് ആറ്റം, ദാറ്റ് ഈസ് ലീനിയർ ഡിസ്റ്റർബൻസ് ഓഫ് അറ്റോമിക് അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്ലെയിൻ ഓഫ് ആറ്റംസ്, അത് മേ ബി ഒരു ഹാഫ് പ്ലെയിൻ ആവാം, ഫുൾ പ്ലെയിൻ ആവാം. സോ മോസ്റ്റ്ലി ഹാഫ് പ്ലെയിൻ ആണ്. സോ ഹാഫ് പ്ലെയിൻ ഓഫ് ആറ്റംസ്, ഒരു പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആ പ്ലെയിനിൽ ഒരുപാട് ആറ്റംസ് കാണും അല്ലേ. അങ്ങനെ ഒരു ഹാഫ് പ്ലെയിൻ ഓഫ് ആറ്റംസ് മിസ്സിങ് ആണെങ്കിൽ അതിനെ ഡിസ്ലൊക്കേഷൻ എന്ന് പറയും. ദാറ്റ് ഈസ് ലീനിയർ ഡിസ്റ്റർബൻസസ്. ഓക്കെ. അപ്പോൾ ലീനിയർ ഡിസ്റ്റർബൻസ്, ഈ ഡിസ്ലൊക്കേഷൻസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എഡ്ജ് ഡിസ്ലൊക്കേഷൻ ആൻഡ് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഡെഫിനിഷൻ, ഡിസ്ലൊക്കേഷൻ്റെ വൺ ഡയമെൻഷണൽ ഡിഫക്റ്റ് അറൗണ്ട് വിച്ച് സം ഓഫ് ദ ആറ്റംസ് ആർ മിസ്അലൈൻഡ്, ഇൻകംപ്ലീറ്റ് ട്രാൻസ്ലേഷൻ ഓഫ് വൺ പാർട്ട് ഓഫ് ദ ലാറ്റിസ് റിലേറ്റീവ് ടു അതേഴ്സ്. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ നേരത്തെ പറഞ്ഞതുപോലെ എഡ്ജ്, സ്ക്രൂ ആൻഡ് മിക്സ്ഡ്. മിക്സ്ഡ് എന്ന് പറഞ്ഞാൽ എഡ്ജും സ്ക്രൂവും കൂടെ ഒരുമിച്ച് വന്നാൽ എന്ത് പറയും, മിക്സ്ഡ് മോഡ് ഓഫ് ഡിസ്ലൊക്കേഷൻ. ആൻഡ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്താണ്? എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പെർഫെക്റ്റ് crystal is considered to be made up of vertical planes parallel to one another and to the side faces. അതായത്
നമ്മൾ ഒരു പെർഫെക്റ്റ് ക്രിസ്റ്റൽ എടുക്കുകയാണെങ്കിൽ അത് വെർട്ടിക്കൽ പ്ലെയിൻസ് ആയിട്ട് നമുക്ക് എടുക്കാം അല്ലേ. ഞാനിപ്പോൾ ഒരു ബുക്ക്, ഉദാഹരണം നമ്മൾ ബുക്ക് ഷെൽഫിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. ഓരോ ബുക്കും ഓരോ പ്ലെയിൻ ആണെന്ന് കരുതുക. അപ്പോൾ എന്ത് പറ്റും, ആ ഷെൽഫിനകത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തല്ലേ ബുക്കിൻ്റെ പാർട്ട്. നമ്മൾ വെളിയിൽ നോക്കുമ്പോൾ ബുക്ക് ഷെൽഫിൽ ബുക്കിൻ്റെ പേര് കാണും, പക്ഷേ ബുക്കിനൊരു എന്താ പറയുക, അകത്തോട്ടൊരു തിക്നെസ് ഇല്ലേ. അത് നമ്മളൊരു 3 ഡയമെൻഷണൽ ഇതിൽ 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താ, ഓരോ ബുക്കും ഓരോ പ്ലെയിനാണ്. സോ ഈച്ച് പ്ലെയിൻ വിൽ ബി ഹാവിങ് നമ്പർ ഓഫ് ആറ്റംസ് ഇല്ലേ. എക്സിലുണ്ട്, വൈയിലുണ്ട്, ഇൻ ടു ദ ഷെൽഫിലേക്ക് നോക്കുകയാണെങ്കിൽ ഇസഡ്, എല്ലാത്തിലുമുണ്ട് ഇല്ലേ. അപ്പോൾ അത് അങ്ങനെ അതുകൊണ്ടാണത് പറഞ്ഞിരിക്കുന്നത്. ദ പെർഫെക്റ്റ് ക്രിസ്റ്റൽ ഈസ് കൺസിഡർഡ് ടു ബി മെയ്ഡ് അപ്പ് ഓഫ് വെർട്ടിക്കൽ പ്ലെയിൻസ് പാരലൽ ടു വൺ അനദർ and to the side faces. And if one of these vertical plane doesn't extend from top to bottom, അതായത് നമ്മളിങ്ങനെ ഷെൽഫ് ബുക്കിങ്ങനെ ഷെൽഫിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഒരു ബുക്കിൻ്റെ എല്ലാ ബുക്കും ഈക്വൽ ഹൈറ്റാണെന്ന് കരുതുക. അതൊരു ഐഡിയൽ കേസ് എടുക്കുക. കുറേ സെയിം ടെക്സ്റ്റ് ബുക്ക്, ഇപ്പോൾ നമ്മൾ കാലിസ്റ്ററിൻ്റെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഡോക്ടർ ചോസിൻ്റെ ബുക്ക് തന്നെ, അതൊരു 10-20 എണ്ണം ഷെൽഫിൽ അടുക്കി വെച്ചിരിക്കുക. അപ്പം ബുക്ക് ഷെൽഫിൽ അടുക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ചോസ് എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന ആ പാർട്ട് കാണാൻ പറ്റും അല്ലേ. പക്ഷേ ഒരു ബുക്കിൻ്റെ മാത്രം പകുതി ഞാനങ്ങ് വെട്ടിക്കളഞ്ഞു. അപ്പോൾ എന്ത് പറ്റും, അവിടെ ആ ബുക്കിൻ്റെ ഹൈറ്റ് പകുതിയേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് ഇഫ് വൺ ഓഫ് ദീസ് വെർട്ടിക്കൽ പ്ലെയിൻ ഡസൻറ്റ് എക്സ്റ്റെൻഡ് ഫ്രം ടോപ്പ് ടു ബോട്ടം. അപ്പോൾ നിങ്ങൾ ഷെൽഫിൽ നോക്കുമ്പോൾ ആ ഒരു പാർട്ടിൽ മാത്രം എന്താ, ആ ബുക്കിൻ്റെ പകുതിയേ കാണുന്നുള്ളൂ. അപ്പോൾ അത് ആറ്റംസിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ എന്താ, അതിനെ ഹാഫ് പ്ലെയിൻ ആയിട്ട് എടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ബുക്കും ഓരോ പ്ലെയിൻ ആണെങ്കിൽ ആ വെട്ടിക്കളഞ്ഞ ബുക്കെന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് പ്ലെയിൻ ഉണ്ടോ, ഇല്ല, അതൊരു ഹാഫ് പ്ലെയിനേ ഉള്ളൂ ഇല്ലേ. സോ അതാണ് പറയുന്നത്, ഇഫ് വൺ ഓഫ് ദീസ് വെർട്ടിക്കൽ പ്ലെയിൻസ് ഡസൻറ്റ് എക്സ്റ്റെൻഡ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഓഫ് ദ ക്രിസ്റ്റൽ ബട്ട് എൻഡ്സ് പാർട്ട് വേ വിത്തിൻ ദ ക്രിസ്റ്റൽ ദെൻ ദർ എക്സിസ്റ്റ് എ ഡിസ്ലൊക്കേഷൻ. അതിനെയാണ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതിനെയാണ് ഇൻകംപ്ലീറ്റ് പ്ലെയിൻ ഓഫ് ആറ്റംസ്. ഓക്കെ, അപ്പം അങ്ങനൊരു പ്ലെയിൻ ഉണ്ട്. ആൻഡ് ബാക്കി നിങ്ങൾ അതിലേക്ക് വരാം. അടുത്ത സെൻറ്റൻസ് നിങ്ങൾക്ക് ഇപ്പോൾ വായിച്ചാൽ മനസ്സിലാവില്ല. ഇനിയും സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫോംഡ് ബൈ എ ഷിയർ സ്ട്രെസ്. ഇനി ഞാനിതിൻ്റെ ഫിഗറിലേക്കാണ് പോകുന്നത് കേട്ടോ. സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ഇപ്പോൾ പറയുന്നില്ല, എഡ്ജ് പറഞ്ഞിട്ട് നമുക്ക് സ്ക്രൂ പറയാം. ഇനി ബർജേഴ്സ് വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബർജേഴ്സ് വെക്റ്റർ ഈസ് ആക്ച്വലി യൂസ് ടു മെഷർ ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ഡിസ്ലൊക്കേഷൻ. ഇത് ഞാൻ ഓൾറെഡി എന്തിൽ പറഞ്ഞിട്ടുണ്ട്, മോഡ്സ് ഓഫ് പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറഞ്ഞ വീഡിയോയിൽ ബർജേഴ്സ് വെക്റ്റർ പറയുന്നുണ്ട്. അതുകൊണ്ട് അതിനെ ഡീറ്റെയിൽ ചെയ്യുന്നില്ല ഇവിടെ കേട്ടോ. നിങ്ങൾ ആ സ്ലൈഡ്സ് ഇതിനകത്തുണ്ട്, പക്ഷേ അതിനെപ്പറ്റി ഞാൻ സ്കിപ്പ് ചെയ്തേ പോകത്തുള്ളൂ, സമയം കളയാതിരിക്കാൻ. സോറി. അപ്പോൾ ഇവിടെ യു ക്യാൻ സീ ഇറ്റ്സ് ആൻ എഡ്ജ് ഡിസ്ലൊക്കേഷൻ. നേരത്തെ ബുക്ക് അറേഞ്ച് ചെയ്യുന്നത് പറഞ്ഞില്ലേ. അപ്പോൾ ആദ്യം എ എന്ന് പറഞ്ഞ ഫിഗർ എടുത്ത് നോക്കിക്കേ. ഇവിടെ ഈ ഫിഗർ ലേബൽ ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുക, എ എന്ന് പറഞ്ഞ പാർട്ടിൽ ദ എഡ്ജ് ഡിസ്ലൊക്കേഷൻ ലൈൻ കാണിക്കുന്നുണ്ട് ഇല്ലേ. ഈ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സൂചിപ്പിക്കുന്നത്? ഈ ലൈൻ ഒരു വര, ഒരു ചെറിയൊരു വര കാണാമോ? ഇത് കണ്ടോ, ഡിസ്ലൊക്കേഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടോ, എഡ്ജ് ഡിസ്ലൊക്കേഷൻ ലൈൻ. ഈ എഡ്ജ് ഡിസ്ലൊക്കേഷൻ ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഒരു ഹൊറിസോണ്ടൽ ലൈനും അതിന് നടുക്കൂടെ ഒരു വെർട്ടിക്കൽ ലൈനും. ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഹാഫ് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ മുകളിലാണ്, താഴത്തെ പ്ലെയിനാണ് മിസ്സിങ്. ഒരു പ്ലെയിനിൻ്റെ താഴത്തെ ബോട്ടം പാർട്ട് മിസ്സിങ്, മുകളിൽ ടോപ്പ് ഹാഫിൽ പ്ലെയിൻ ഉണ്ടെന്നാണ്. അതുപോലെ ബോട്ടം ഹാഫിലായിരുന്നു പ്ലെയിൻ, ടോപ്പ് ഹാഫിൽ പ്ലെയിൻ ഇല്ലെങ്കിൽ എന്ത് പറ്റും? ഈ ഒരു വര വരച്ചിട്ട് താഴോട്ട് വരയ്ക്കും. അപ്പോൾ ഇവിടെ ഒരു ഇൻകംപ്ലീറ്റ് പ്ലെയിൻ ഓഫ് ആറ്റംസ് ഒരു ക്രിസ്റ്റലിലുണ്ട്. ഇനിയും അതിനെയാണ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇല്ലേ. അപ്പോൾ ഇനി നമ്മൾ യൂഷ്വലി മെറ്റീരിയൽ എന്ത് സംഭവിക്കും? സ്ട്രെസ് അപ്ലൈ ചെയ്യും. സോ വെൻ എ ഷിയർ സ്ട്രെസ് ഈസ് അപ്ലൈഡ് ടു എ പർട്ടിക്കുലർ മെറ്റീരിയൽ, എല്ലാ മെറ്റീരിയലിലും ഡിഫക്ട്സ് ഉണ്ട്. അപ്പോൾ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിസ്ലൊക്കേഷൻസ് മൂവ് ചെയ്യണം. അപ്പോൾ ഈ ഡിസ്ലൊക്കേഷൻസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫിഗർ എയിൽ കണ്ടോ, ഫിഗർ എയിൽ ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ് ലേബൽ ചെയ്ത പ്ലെയിനാണ് ഇപ്പോൾ എന്ത് ചെയ്ത് നിൽക്കുന്നത്? ഇൻകംപ്ലീറ്റ് പ്ലെയിൻ. അതാണ് അവിടുത്തെ എഡ്ജ് ഡിസ്ലൊക്കേഷൻ.
ഇനി ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റി? കണ്ടോ, ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പം ഫിഗർ ബിയിൽ നോക്കിക്കേ, എ എന്ന് പറഞ്ഞ പ്ലെയിൻ നേരത്തെ എന്തായിരുന്നു? പകുതി ആറ്റം, പകുതി പ്ലെയിനേ ഉണ്ടായിരുന്നുള്ളൂ. അത് ബി എന്ന് പറഞ്ഞ പ്ലെയിനിൻ്റെ ബോട്ടം ഹാഫുമായിട്ട് ബോണ്ട് ഉണ്ടാക്കി ഇല്ലേ? എന്നിട്ട് ആ ബോട്ടം ഹാഫിനെ എ എന്ന് പറഞ്ഞ പ്ലെയിൻ അട്രാക്റ്റ് ചെയ്ത് അതിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ എന്തു പറ്റി? ആക്ച്വലി ബി എന്ന് പറഞ്ഞ പ്ലെയിൻ ഇൻകംപ്ലീറ്റ് പ്ലെയിനായി. മനസ്സിലായോ? നമ്മൾ ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്ന കണ്ടോ രണ്ട് സൈഡിൽ നിന്നും. അപ്പോൾ ഇങ്ങനെ ആറ്റത്തിനെ പ്രസ് ചെയ്യും, നമ്മൾ രണ്ട് സൈഡിൽ നിന്ന് മെറ്റീരിയൽസിനെ പ്രസ് ചെയ്യും, മെറ്റീരിയലിനെ രണ്ട് സൈഡിൽ നിന്ന് ഷിയർ ഫോഴ്സ് കൊടുക്കുമ്പം അറ്റോമിക് മൂവ്മെൻറ്റ്സ് അറ്റോമിക് അറേഞ്ച്മെൻറ്റ് ഡിസ്റ്റർബ് ആവും. അപ്പോൾ ആറ്റംസിന് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഇൻകംപ്ലീറ്റ് പ്ലെയിനിലുള്ള എ എന്ന് പറഞ്ഞ ഇൻകംപ്ലീറ്റ് പ്ലെയിനിൽ എന്ത് ചെയ്തു? അത് അങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് അപ്പം ബിയിലുള്ള ബോട്ടം ഹാഫുമായിട്ട് ബോണ്ട് ഉണ്ടാക്കി. അപ്പോൾ എ ഒരു കംപ്ലീറ്റ് പ്ലെയിനായി മാറി. പക്ഷേ ബി എന്ത് പറ്റി? ഇൻകംപ്ലീറ്റ് പ്ലെയിൻ ഇല്ലേ? അപ്പോൾ ഇഫ് ഐ ജസ്റ്റ് കീപ്പ് ഓൺ അപ്ലൈയിങ് ദ സ്ട്രെസ്, വീണ്ടും സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ബി എന്തുമായിട്ട് മേക്ക് ചെയ്യും? സിയുടെ ബോട്ടം പ്ലെയിനുമായിട്ട് എന്ത് മേക്ക് ചെയ്യും? ബോൺസ് മേക്ക് ചെയ്യും. അപ്പം നെക്സ്റ്റ് ഇൻകംപ്ലീറ്റ് പ്ലെയിൻ എവിടെ വരും? സിയിൽ വരും. അങ്ങനെ ഫൈനലി എവിടെ വരും ഈ ഇൻകംപ്ലീറ്റ് പ്ലെയിൻ എന്ന് പറയുന്ന? എഡ്ജിൽ വരും. ഫൈനലി നമ്മൾ ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് എഡ്ജിൽ വന്ന് ചേരും. അപ്പോൾ അത് യൂണിറ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇതാണ് മൂവ്മെൻറ്റ് ഓഫ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ. വെൻ വി അപ്ലൈ എ ഷിയർ സ്ട്രെസ്, എഡ്ജ് ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യുന്ന രീതി. അപ്പോൾ ഈ രീതിയാണ് കാറ്റർ പില്ലറിൻ്റെ മൂവ്മെൻറ്റുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നത്. കാരണം ഒരു കാറ്റർ പില്ലർ മൂവ് ചെയ്യുമ്പോഴും ഇതുപോലല്ലേ, അതായത് ആദ്യം ഒരു പാർട്ട് മാത്രമേ പൊങ്ങി നിൽക്കത്തുള്ളൂ അല്ലേ, പിന്നെ അത് മൂവ് ചെയ്യുമ്പം ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ അതിൻ്റെ അനലോഗസ് ടു മൂവ്മെൻറ്റ് ഓഫ് ദ കാറ്റർ പില്ലറാണ് ഇൻകംപ്ലീറ്റ് പ്ലെയിനിൻ്റെ മൂവ്മെൻറ്റ്. സോ എഡ്ജ് ഡിസ്ലൊക്കേഷൻ, the movement of edge dislocation when we apply a shear stress to a crystal is analogous to the movement of a caterpillar. ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെ മൂവ് ചെയ്ത് പോകും. ഇനിയും ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണ്, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ എഡ്ജ് ഡിസ്ലൊക്കേഷൻ ഇൻകംപ്ലീറ്റ് ഹാഫ് പ്ലെയിൻ ആണ്. ഇറ്റ് ക്യാൻ ഹാഫ് പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ ക്യാൻ ബി മിസ്ഡ് ഫ്രം ദ ബോട്ടം ഓർ ഫ്രം ദ ടോപ്പ് ഇല്ലേ? അപ്പോൾ നമ്മൾ ഒരു ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ ദിസ് പർട്ടിക്കുലർ ഇൻകംപ്ലീറ്റ് പ്ലെയിൻ വിൽ മേക്ക് ബോണ്ട് വിത്ത് ദ ബോട്ടം ഹാഫ് ഓഫ് ദ നെക്സ്റ്റ് പ്ലെയിൻ സോ ദാറ്റ് ദ നെക്സ്റ്റ് പ്ലെയിൻ വിൽ ബി ഹാവിങ് ആൻ ഇൻകംപ്ലീറ്റ് ഹാഫ് പ്ലെയിൻ. അങ്ങനെ ഓരോ പ്ലെയിനും അതിൻ്റെ ഫുൾ പ്ലെയിൻ അതിൻ്റെ ബോട്ടം ഹാഫോ അതിൻ്റെ ടോപ്പ് ഹാഫോ പ്രീവിയസ് പ്ലെയിനുമായിട്ട് ഷെയർ ചെയ്ത് അത് ഇൻകംപ്ലീറ്റ് പ്ലെയിൻ ആവും. അങ്ങനെ ഫൈനലി അത് എഡ്ജിലേക്ക് വരും. ഇതാണ് മൂവ്മെൻറ്റ് ഓഫ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ. മനസ്സിലായോ? അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ കാറ്റർപില്ലറിൻ്റെ മൂവ്മെൻറ്റായിട്ട് മാച്ച് ചെയ്തിരിക്കും. കാരണം അതിങ്ങനെ ആദ്യം ഇവിടെ ആയിരുന്നു ഇൻകംപ്ലീറ്റ് പ്ലെയിൻ, പിന്നെ അത് ഇങ്ങോട്ടേക്ക് നീങ്ങി. സോ അത് നിങ്ങൾക്കൊരു ഇത് സെൽഫ് എക്സ്പ്ലനേറ്ററി സ്ലൈഡ്സാണ്, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡോട്ടഡ് ലൈൻ വെച്ചിരിക്കുന്ന എന്ത് കാണിക്കാനാണ്? ഡിസ്ലൊക്കേഷൻ. അപ്പോൾ ആദ്യം ഡിസ്ലൊക്കേഷൻ സെൻട്രലായിരുന്നു അല്ലേ, പിന്നെ എന്ത് പറ്റി? വെൻ വി അപ്ലൈ ഞാൻ ഫിഗർ എ ആണെന്നേ പറയുന്നത്, ഈ ഫിഗർ പോസിറ്റീവ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ്റെ കേസ്. അപ്പോൾ പോസിറ്റീവ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകംപ്ലീറ്റ് പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിനിൻ്റെ ബോട്ടം ഹാഫ് ആയിരിക്കും മിസ് ചെയ്യുന്നത്, ടോപ്പ് ഹാഫിൽ പ്ലെയിൻ കാണും. അപ്പോൾ വെൻ വി അപ്ലൈ എ ഷിയർ സ്ട്രെസ് ഓൺ ടു എ മെറ്റീരിയൽ, ആ ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്ത് ഫൈനലി അതൊരു എഡ്ജിൽ രണ്ട് ഇൻകംപ്ലീറ്റ് പ്ലെയിനായിട്ട് നിൽക്കും. പക്ഷേ ഇൻകംപ്ലീറ്റ് പ്ലെയിനിൽ ബോട്ടം ഹാഫാണ് മിസ്സാവുന്നത്. ഓക്കെ, ഇനിയും നെഗറ്റീവ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? താഴത്തെ, അതായത് ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നതുണ്ടോ, ഈ ഒരു പാർട്ട് കൊടുത്തിരിക്കുന്നതുണ്ടോ, ഇവിടെ താഴത്തെ പ്ലെയിൻ, അതായത് താഴത്തെ പ്ലെയിനുണ്ട്, മുകളിലത്തെ പ്ലെയിൻ ഇല്ല. അപ്പോൾ അത് നെഗറ്റീവ്. അപ്പോൾ അതിൻ്റെ നേരത്തെ വരച്ച സിമ്പൽ പോലെ താഴത്തെ പ്ലെയിൻ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് താഴോട്ടൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കും. ആ താഴോട്ട് വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാൻ കാരണം അത് നെഗറ്റീവ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ, കാരണം താഴത്തെ പ്ലെയിനേ ഉള്ളൂ, മുകളിലേക്കില്ല. അതാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. ഇതാണ് പോസിറ്റീവും
നെഗറ്റീവും എഡ്ജ് ഡിസ്ലൊക്കേഷൻ. ഓക്കെ, മനസ്സിലായോ? ദെൻ സോ ഇനിയും ഷിയർ സ്ട്രെസ് റീജിയൻസ് ഓഫ്, അപ്പോൾ നമ്മളൊരു ഡിസ്ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഒരു ഇൻകംപ്ലീറ്റ് പ്ലെയിൻ ഓഫ് ആറ്റം ആവാം, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റം ആവാം. അപ്പോൾ എപ്പോഴും ഒരു എക്സ്ട്രാ പ്ലെയിൻ ഓഫ് ആറ്റം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഒരു പോസിറ്റീവ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ എടുക്കുക. അങ്ങനെയാണെന്നെങ്കിൽ എന്ത് പറ്റും? എവിടെയാണ് എക്സ്ട്രാ പ്ലെയിൻ വന്ന് നിൽക്കുന്നത്? നമ്മൾ നേരത്തെ ഒരു ബെഞ്ചിൽ 5 പേരുണ്ടെങ്കിൽ 6ാമത്തെ ഒരാൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെ 6ാമത്തെ ആൾ ഈ 5 പേർ അത്രയും സൈസ് ആവണമെന്നില്ല. ചെറിയ ഒരാൾ വന്നാലും എന്ത് പറ്റും? ഈ 5 പേർക്ക് ഫുൾ ഓക്കുപ്പൈഡ് ആയിട്ടുള്ള സ്ഥലത്ത് 6ാമത്തെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഫീൽഡ്സ് വരും അല്ലേ? അതുപോലെ തന്നെ ഇവിടെ പോസിറ്റീവ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആ ഇൻകംപ്ലീറ്റ് ഹാഫ് പ്ലെയിൻ മുകളിലാണെങ്കിൽ ആ മുകളിലത്തെ റീജിയനിൽ എന്ത് പറ്റും? ഇറ്റ് വിൽ എക്സ്പീരിയൻസ് എ കംപ്രഷൻ. സോ കംപ്രസീവ് സ്ട്രെയിൻ ഫീൽഡ്സ് വിൽ ബി ദെയർ. അപ്പോൾ താഴെ എന്ത് പറ്റും? താഴെ റിലാക്സ്ഡ് ആവും. ഇമ്മീഡിയറ്റ്ലി അതിന് തൊട്ട് താഴെ അത് ടെൻസൈൽ റീജിയൻ ആയിരിക്കും. അതാണ്. അപ്പോൾ ഇതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് മെക്കാനിക്കൽ പ്രോപ്പർട്ടിയുമായിട്ട്. കാരണം ആ ഏരിയയിൽ എന്ത് പറ്റും? ആറ്റംസ് കംപ്രസ്ഡും മറ്റേത് ടെൻഷനും. അപ്പോൾ ഈ അറ്റോമിക് മൂവ്മെൻ്റ് ആണ് എന്ത് ആക്ച്വലി പ്ലാസ്റ്റിക് ഡിഫോർമേഷനും സഹായിക്കുന്നത്. അപ്പോൾ ഓൾറെഡി അവിടെ ഒരു സ്ട്രെയിനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് പറ്റും? നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും അതിനനുസരിച്ച് മാറും. ഓക്കെ, ദെൻ ബർജേഴ്സ് വെക്റ്റർ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊരു റിയൽ സർക്യൂട്ടിൽ മാപ്പ് ചെയ്യുന്നത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? നമ്മൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു റിയൽ സർക്യൂട്ടിൽ when I make a closed circuit, that is 16 translations to the right and 16 translations to the left, and when I close this particular circuit it will exactly coincide with the starting point. So S is the starting point and F is the finishing point. അതാണ്. അപ്പോൾ ഐഡിയൽ കേസ്. ഇപ്പോൾ ഒരു ഹാഫ് പ്ലെയിൻ ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ഹാഫ് പ്ലെയിൻ ഉണ്ടെങ്കിൽ when we take actually a circuit, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ഡിസ്ലൊക്കേഷൻ്റെ കേസ് പോലെ എടുക്കുകയാണെങ്കിൽ when we take a circuit that is 16 translations to the right and 16 translations to the left and when I try to close this particular circuit, എന്ത് ചെയ്യും? It will not, S and F will not coincide at the same point. So and the separation will be actually എന്തായിരിക്കും? will be in the form of a vector that is called Burgers vector. ബർജേഴ്സ് വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇപ്പോൾ ഈ ഡയറക്ഷൻ കണ്ടോ? ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ലെഫ്റ്റ്. ആക്ച്വലി നമ്മുടെ നമ്മുടെ എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകംപ്ലീറ്റ് പ്ലെയിൻ അല്ലേ? അപ്പോൾ ഇവിടെ പോസിറ്റീവ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ ആണ് അല്ലേ? അപ്പോൾ ടോപ്പ് പ്ലെയിൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി എക്സ്റ്റെൻഡിങ് ഇൻ ടു ദ പേപ്പർ അല്ലെങ്കിൽ ഇൻ ടു ദ ഫോണിലേക്ക്. അകത്തോട്ട് എന്തുണ്ട്? ആ ഇൻകംപ്ലീറ്റ് പ്ലെയിൻ അകത്തോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകില്ലേ 3 ഡയമെൻഷനിലേക്ക്. അപ്പോൾ അതിൻ്റെ എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആ ഇൻകംപ്ലീറ്റ് പ്ലെയിനിൻ്റെ എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ പോസിറ്റീവ് നമ്മുടെ ഫോണിൻ്റെ ഈ പ്ലെയിനിൽ നിൽക്കുമോ അതോ അകത്തോട്ട് നിൽക്കുമോ? ഇൻ ടു ദ ഫോൺ ഇല്ലേ? അപ്പോൾ ഇൻകംപ്ലീറ്റ് പ്ലെയിനിൻ്റെ എഡ്ജ് എന്ന് പറഞ്ഞാൽ ഇൻ ടു ദ ഫോണാണ്. പക്ഷേ ബർജേഴ്സ് വെക്റ്റർ എങ്ങനെയാണ്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടല്ലേ പോകുന്നത്. സോ ബർജേഴ്സ് വെക്റ്റർ ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു എഡ്ജ് ഡിസ്ലൊക്കേഷൻ ലൈൻ. എഡ്ജ് ഡിസ്ലൊക്കേഷൻ ലൈൻ എന്ന് പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് പ്ലെയിനിൻ്റെ എഡ്ജ് ഡിസ്ലൊക്കേഷൻ്റെ എഡ്ജില്ലേ, അതായത് ആ പ്ലെയിൻ അല്ലേ, ഫുൾ പ്ലെയിനെയാണ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എഡ്ജ് ഡിസ്ലൊക്കേഷൻ്റെ ആ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് അകത്തോട്ടല്ലേ ആ പ്ലെയിൻ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനെയാണ് എഡ്ജ് ഡിസ്ലൊക്കേഷൻ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ബർജേഴ്സ് വെക്റ്റർ എന്താ? പെർപെൻഡിക്കുലർ ആയിരിക്കും ഓൾവേസ്. അത് ഓർമ്മ വേണം. അപ്പോൾ അത് പറയാൻ കാരണം ഒരു യൂണിവേഴ്സിറ്റി എക്സാമിനോ അല്ലെങ്കിൽ സീരീസിനോ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. കമ്പയർ, അത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. കമ്പയർ എഡ്ജ് ആൻഡ് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും എഴുതേണ്ടത് ബർജേഴ്സ് വെക്റ്റർ ഈസ് പെർപെൻഡിക്കുലർ ടു എഡ്ജ് ഡിസ്ലൊക്കേഷൻ ലൈൻ. സ്ക്രൂ ഡിസ്ലൊക്കേഷൻ്റെ കേസ് അവിടെ വരുമ്പോൾ പറയാം, ബർജേഴ്സ് വെക്റ്ററും സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ലൈനും തമ്മിലുള്ള കണക്ഷൻ. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഇത് സ്കിമാറ്റിക്കാണ്. നിങ്ങളിങ്ങനെ പരീക്ഷയ്ക്ക് ബർജേഴ്സ് വെക്റ്റർ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ വരയ്ക്കാം. ദെൻ ഇത് പറഞ്ഞ പോലെ ബർഗർ എന്ന് പറയല്ല, ഇറ്റ്സ് ബർജേഴ്സ് വെക്റ്റർ. ഓക്കെ, ദെൻ ഇത് ആക്ച്വലി സ്ക്രൂ ഡിസ്ലൊക്കേഷൻ.
ഇത് ഒരു സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ലൈനാണ്. അത് പറയാം. ഇത് സ്ക്രൂ ഡിസ്ലൊക്കേഷനാണ്. അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു മെറ്റീരിയലിനെ നേരത്തെ നമ്മൾ എന്ത് ചെയ്യും, ടോപ്പിലും ബോട്ടത്തിലും ഷിയർ സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ ആണ് എന്ത് ചെയ്യുന്നത്, സ്ക്രൂ ഇത് വരുന്നത്, എഡ്ജ് ഡിസ്ലൊക്കേഷൻ വരുന്നത്. ഇവിടെ പിന്നെ സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ട് ഓഫ് ദ മെറ്റീരിയൽ ഗെറ്റ് റൊട്ടേറ്റഡ്. ഞാനൊരു ടോർക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ ഒരു പാർട്ട് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. ഇപ്പം ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ഒരു ക്യൂബ് എന്ന് പറഞ്ഞൊരു ക്യൂബിക്കൽ മെറ്റീരിയൽ ആണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പാർട്ട് മാത്രമേ ഞാൻ തള്ളി നീക്കുന്നുള്ളൂ, ഫുള്ളി തള്ളി നീക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഒരു ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ മൂവ്മെൻറ്റ് വേറെ രീതിയിലായിരിക്കും. അങ്ങനെ ഉണ്ടാവുന്ന ഡിസ്ലൊക്കേഷൻസിനെയാണ് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ. സ്ക്രൂ എന്ന് പറയാൻ കാരണം നമ്മൾ സ്ക്രൂ തിരിക്കത്തില്ലേ, നട്ടിലും സ്ക്രൂ ഇട്ട് തിരിക്കുമ്പം വരുന്നത് പോലെ തന്നെ നമ്മൾ ക്രിസ്റ്റലിൽ ഇങ്ങനെ സ്ക്രൂ നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ടല്ലേ ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്രിസ്റ്റലിൻ്റെ ഒരു പാർട്ടിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഡിസ്ലൊക്കേഷൻ ആയതുകൊണ്ടാണ് അതിനെ സ്ക്രൂ ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിമാറ്റിക് വരയ്ക്കുമ്പോൾ എപ്പോഴും സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ഇങ്ങനെ വരയ്ക്കാവുള്ളൂ. ഇങ്ങനെ നമുക്കത് കാണിക്കാൻ പറ്റും. ഓക്കെ. ആൻഡ് ഇവിടെ നമ്മൾ ബർജേഴ്സ് വെക്ടർ മാപ്പ് ചെയ്യണം. നോക്കട്ടെ. ഈ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ മൂവ്മെൻറ്റ് ഓഫ് സ്ക്രൂ ഡിസ്ലൊക്കേഷനാണ്. ഇങ്ങനെയാണ് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ മൂവ് ചെയ്യുന്നതെന്നാണ് വിചാരിക്കുന്നത്. അതായത് നമ്മൾ ഒരു പാർട്ട് മാത്രമേ തള്ളുന്നുള്ളൂ, ഫുള്ളായിട്ട് തള്ളുന്നില്ല. ഓക്കെ. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സ്ക്രൂ ഉണ്ട്, റൈറ്റ് ഹാൻഡ് സ്ക്രൂ ഉണ്ട്. അപ്പോൾ നമ്മൾ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും, ഇറ്റ്സ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ലെഫ്റ്റ് ഹാൻഡ് സ്ക്രൂ ഇല്ലേ. ക്ലോക്ക് വൈസ് വരുവാണെങ്കിൽ എന്ത് പറ്റും, ഇറ്റ്സ് അങ്ങനെയാണോ, നോക്കട്ടെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്. ഈ ഒരു നൊട്ടേഷൻ തന്നെ ഫോളോ ചെയ്യാം. വേണ്ട, നമ്മൾ ആൻറ്റി റൊട്ടേഷനൊന്നും വേണ്ട. ഇവിടെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പം ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ, അതായത് രണ്ട് ടോർക്കാണ് ആക്ച്വലി. സോ നമ്മൾ കറക്കുന്നത് ക്ലോക്ക് വൈസ്, അങ്ങനെ തന്നെ. ഓക്കെ, ക്ലോക്ക് വൈസ് റൊട്ടേഷൻ അല്ലേ, ക്ലോക്ക് വൈസിലേക്ക് കറക്കുകയാണെങ്കിൽ ക്ലോക്ക് വൈസ് അല്ലേ കറങ്ങി തിരിഞ്ഞ് വരുന്നത് ലെഫ്റ്റ് ഹാൻഡിൽ, ദാറ്റ് ഈസ് ലെഫ്റ്റ് ഹാൻഡ് സ്ക്രൂ. ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് കറക്കി വിടുകയാണെങ്കിൽ ദാറ്റ് ഈസ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ. ഓക്കെ, ഇനിയും ഓക്കെ ഫൈൻ. അപ്പോൾ ഇതാണ് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ്റെ ഒരു ഒരു സ്കിമാറ്റിക്. അപ്പോൾ എപ്പോഴും നിങ്ങൾ സ്ക്രൂ ഡിസ്ലൊക്കേഷൻ വരയ്ക്കുമ്പോൾ ഈ ഒരു ഫിഗർ, ടെക്സ്റ്റിലും ഈ ഒരു ഫിഗറാണ്. സോ ഒരു പാർട്ട് മാത്രം റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഡിസ്ലൊക്കേഷൻ, ഇതാണ് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ്റെ പ്ലെയിൻ. മനസ്സിലായോ? നമ്മൾ നേരത്തെ എഡ്ജ് ഡിസ്ലൊക്കേഷൻ എന്തായിരുന്നു നമ്മൾ നേരത്തെ കാണിച്ചത്, 3 ഡയമെൻഷനിൽ രണ്ട് ഭാഗത്തും മുകളിൽ നിന്നും താഴെ നിന്നും സ്ട്രെസ് അപ്ലൈ ചെയ്യുമ്പോൾ ഈക്വലായിട്ട് മൂവ് ചെയ്ത് വരും. ഇതെന്താണ്, ഒരു പാർട്ട് മാത്രം ട്വിസ്റ്റ് ചെയ്ത് വരികയാണ്. അങ്ങനെ കറങ്ങി വരുന്നതാണ്. കംപ്ലീറ്റ് ആകുമ്പോഴാണ് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ആകുന്നത്. അപ്പോൾ ഈ മഞ്ഞ എന്ന പ്ലെയിൻ കാണിച്ചിരിക്കുന്നതാണ് എന്താണ് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ്റെ പ്ലെയിൻ. ഓക്കെ, ഇനി ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ലൈൻ. നേരത്തെ എഡ്ജ് ഡിസ്ലൊക്കേഷൻ ലൈൻ പറഞ്ഞില്ലേ, അതുപോലെ സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ലൈൻ എടുത്തു. ഇനി ഇതാണ് ഈ ടി എന്ന് പറഞ്ഞൊരു ലൈൻ കൊടുത്തു, സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ലൈനാണ്. ബർജേഴ്സ് വെക്ടർ എന്താണ്, ഇറ്റ്സ് പാരലൽ ടു സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ലൈൻ. അതെനിക്ക് തോന്നുന്നത് ഞാനിവിടെ മാപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നോക്കാം. ബർജേഴ്സ് വെക്ടർ ഈസ് ഓൾവേസ് പാരലൽ ടു. അപ്പോൾ ഇവിടെ നോക്കിയാൽ 1 2 3 എടുത്തു, കണ്ടോ, ട്രാൻസ്ലേറ്റ് ചെയ്യാമെന്നേ. വീണ്ടും എടുത്തു, മാപ്പ് ചെയ്യുക. നമ്മൾ നേരത്തെ ബർജേഴ്സ് സർക്യൂട്ട് വരച്ചില്ലേ, അതുപോലെ. ആക്ച്വൽ ഈ ഡിസ്ലൊക്കേഷൻ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, ഇപ്പോൾ ലാസ്റ്റ് വന്ന പിങ്ക് ലൈനും നേരത്തെ നമ്മൾ തുടങ്ങിയതും തമ്മിൽ കോയിൻസൈഡ് ചെയ്യും. ഇവിടെ കോയിൻസൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വെക്ടർ ബി കൊടുക്കുന്നു. പക്ഷേ ഈ വെക്ടർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് ആക്ച്വലി പാരലൽ ടു ദ സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ലൈൻ. അപ്പോൾ ബർജേഴ്സ് വെക്ടർ ഈസ് പാരലൽ ടു സ്ക്രൂ ഡിസ്ലൊക്കേഷൻ ആൻഡ് പെർപെൻഡിക്കുലർ ടു എഡ്ജ് ഡിസ്ലൊക്കേഷൻ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എക്സ്ട്രാ ഹാഫ് പ്ലെയിൻ എബോവ് ദ, നേരത്തെ പറഞ്ഞ പോലെയാണ്.
ലെഫ്റ്റ് ഹാൻഡഡ് സ്പൈറൽ റാം, റൈറ്റ് ഹാൻഡഡ്. ഓക്കെ, ഈ പാരലൽ ടു, ഇത് നിങ്ങളൊന്ന് വായിച്ചിരുന്നാൽ മതി. ഓക്കെ, ബാക്കിയുള്ളത് ഇത് ആക്ച്വലി ഡിസ്ലൊക്കേഷൻ എങ്ങനെ കാണും. അതൊരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നിങ്ങളൊരു മെറ്റീരിയൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാണുന്നത്. ഇത് ആറ്റംസ് ആണ് കേട്ടോ, പക്ഷേ ഇത്രയും റെസൊല്യൂഷൻ വരെ ഒന്ന് റിസോൾവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതാണ് ഇങ്ങനൊരു ഡിസ്ലൊക്കേഷൻ ലൈനായിട്ട് കാണുന്നത്. ഇതും നേരത്തെ പോലെ പറഞ്ഞ പോലെ അറ്റോമിക് അറേഞ്ച്മെൻ്റ് ആണ് കാണിക്കുന്നത്. അത് ഡിസ്ലൊക്കേഷൻ നമ്മൾ ബർജർ സർക്യൂട്ട് കണ്ടില്ലേ, അതേപോലെ തന്നെ. ഇനി സർഫസ് ഇംപെർഫെക്ഷൻ, അത് നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, 25 minutes ആയി, സോറി. അത് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മനസ്സിലാവില്ല. ഓക്കെ, താങ്ക് യു.